രാഷ്ട്രീയത്തിൽ എന്നും എക്കാലവും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയ ചരിത്രമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമെല്ലാം കോൺഗ്രസ് ഏതു കാലത്തും തീരുമാനങ്ങൾ എടുത്തിരുന്നതും നടപ്പിലാക്കിയതും സമ്മർദ്ദങ്ങൾക്ക് വിധേയപ്പെട്ടായിരുന്നു. താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും അധികാര കേന്ദ്രങ്ങളിൽ എത്തുന്നതിനുള്ള കുറുക്കുവഴികൾക്കായും പലപ്പോഴും പലരും കോൺഗ്രസ് പാർട്ടിയെ സമ്മർദ്ദത്തിലും പിന്നീട് പ്രതിസന്ധിയിലുമാക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിലെ കോൺഗ്രസിനെ എടുത്തു പരിശോധിച്ചാലും ഒരു കാലഘട്ടം അത്രയും പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവർ പലരും ഇന്ന് പാർട്ടിക്ക് പുറത്താണ്. അതേസമയം സമീപകാലത്ത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നവരും മറ്റു പാർട്ടികളിൽ നിന്നും ചേക്കേറി വന്നവരും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വങ്ങളിൽ പോലുമുണ്ട്. ഏതെങ്കിലും നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങളിലേക്കോ ഒരുപക്ഷെ പഞ്ചായത്ത്, നഗരസഭ വാർഡുകളിലോ എല്ലാം ഒരു സീറ്റിൽ വിജയിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായ ബാന്ധവങ്ങൾ സൃഷ്ടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ അധികാരത്തിന് പുറത്തേക്ക് നിർത്തിയതും താൽക്കാലികമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും അധികാരത്തിലേക്ക് എത്തുന്നതിനുള്ള കുറുക്കുവഴികളുമായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തു പരിശോധിച്ചാലും വലിയ പ്രതിസന്ധികളിലേക്ക് പലപ്പോഴും വീണുപോയിട്ടുണ്ട് കോൺഗ്രസ്. സ്വന്തം പാർട്ടിയെ ചില നേതാക്കളും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പും മറ്റു ഘടകകക്ഷികളും എല്ലാം കോൺഗ്രസിനെ പ്രതിസന്ധിയിലേക്ക് പലപ്പോഴും തള്ളിവിട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലം എടുത്തു പരിശോധിച്ചാലും പല നേതാക്കളുടെയും വെല്ലുവിളികൾക്ക് മുൻപിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾ മാറ്റിയ പല സംഭവ വികാസങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്നത്തെ കോൺഗ്രസ് അങ്ങനെയല്ല. സമൂലമായ മാറ്റമാണ് കേരളത്തിലെ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ സമീപകാലത്ത് ഒട്ടേറെ സംഭവങ്ങളുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് കോൺഗ്രസിലെ പുനഃസംഘടന തന്നെയാണ്. മാധ്യമങ്ങൾ ആവർത്തിച്ച് വലിയ പൊട്ടിത്തെറികൾ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴും യാതൊരു പ്രശ്നങ്ങൾക്കും ഇട നൽകാതെയാണ് കോൺഗ്രസ് പുനഃസംഘടന നടന്നത്. കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങൾ തുടരെ വാർത്തകൾ നൽകി. CPM-ഉം BJP-യും കോൺഗ്രസിലെ പുനഃസംഘടനയിൽ അനിഷ്ടമുള്ളവരെ കാത്ത് അവരുടെ വാതിലുകളും തുറന്നിട്ടു. എന്നാൽ യാതൊരു പൊട്ടിത്തെറിയും സംഭവിച്ചില്ല. ആരും പാർട്ടി വിട്ട് പോവുകയും ചെയ്തില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി പുനഃസംഘടനയെ സ്വീകരിച്ച കാഴ്ചയാണ് നാം കണ്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിലും പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്ന് പലരും വിധിയെഴുതി. എന്നാൽ യാതൊരു പ്രതിസന്ധിയും പാർട്ടിയിൽ ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഒരു അപസ്വരവും പാർട്ടിയിൽ ഉണ്ടായില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ആര്യടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ PV അൻവർ മൂലമുണ്ടായ തെരഞ്ഞെടുപ്പിൽ അതേ അൻവർ തന്നെയാണ് UDF-ൽ ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അൻവർ കരുതിയതുപോലെ അദ്ദേഹത്തിന്റെ വാശികൾക്ക് മുമ്പിൽ കോൺഗ്രസ് നിന്നുകൊടുക്കാത്ത കാഴ്ചയാണ് എല്ലാവരും ഇപ്പോൾ കാണുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തി അൻവർ തീർക്കുന്ന വെല്ലുവിളികളെ കോൺഗ്രസ് തള്ളിക്കളയുകയാണ്. ഒരു ചർച്ചയ്ക്കും ഇല്ലെന്നും അൻവറിന് മുൻപിൽ ഒരിക്കലും അടിയറവ് പറയില്ലെന്നും ആർജവത്തോടെയാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിന് ഈ ആർജവം നൽകിയത് KC വേണുഗോപാൽ എന്ന നേതാവും അദ്ദേഹത്തിന്റെ നേതൃത്വവും തന്നെയാണ്. പൂർണ്ണമായും പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരങ്ങളെ ചേർത്ത് പിടിച്ചുള്ള സമീപനങ്ങളും തീരുമാനങ്ങളുമാണ് KC വേണുഗോപാൽ എന്ന നേതാവിൽ നിന്നും ഉണ്ടാകുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ തനിക്ക് താല്പര്യമില്ലെന്നും KC വേണുഗോപാലിനോട് സംസാരിക്കണമെന്ന് അൻവർ പറയുമ്പോൾ സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വത്തിന് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനും നിലപാടുകൾ എടുക്കുവാനും ശേഷിയുണ്ടെന്ന മറുപടിയാണ് KC നൽകുന്നത്. പാർട്ടിയെ കഴിഞ്ഞുപോയ പ്രതാപകാലത്തേക്കാൾ മികച്ച സുവർണകാലത്തിലേക്ക് നയിക്കുവാൻ KC വേണുഗോപാൽ എന്ന നേതാവിന് കഴിയുമെന്നത് ഇത്തരം സമീപനങ്ങളിലൂടെ വ്യക്തമാണ്. പാർട്ടിയുടെ തീരുമാനങ്ങൾ ഒരു കാരണവശാലും വ്യക്തികൾക്കനുസൃതമായി തീരുമാനിക്കപ്പെടേണ്ടതല്ലെന്ന ഉറച്ച നിലപാടാണ് KC വേണുഗോപാലിനുള്ളത്. ആ നിലപാടിന്റെ കരുത്താണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ കരുത്ത്. ഈ കരുത്തുമായി മുന്നോട്ടു പോയാൽ ഉറപ്പായും കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും.